മിയോങ് ഇപ്പൊ ബാറിൽ പെർഫോം ചെയ്യാൻ ചെല്ലാത്തത് അവൻ കാരണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ടേഹൂൺ അപ്പോളജൈസ് ചെയ്യും. എന്നിട്ട് അവളുടെ അമ്മയുടെ കാര്യം ചോദിക്കും. അമ്മയുടെ കാര്യമൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ആലോചിച്ചിട്ട് മിയോങ്ങിന് പേടിയാണ്. അത് കഴിയുന്നതന്നെയാണ് ഇവൻ സൂക്സുളിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മിയോങ്ങിനെ ഭീഷണിപ്പെടുത്തുന്നത്. എന്നിട്ട് അവന്റെ വിസിറ്റിംഗ് കാർഡും അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പോകും. ടേഹൂൺ തിരിച്ചിറങ്ങി കഴിയുന്നതന്നെയാണ് സൂക്സുൾ അവിടേക്ക് ചെല്ലുന്നത്. അവൻ കയറി പോകുന്നത് ടേഹൂൺ കാണുന്നുണ്ട്. സൂക്സുളി എന്ന് നോക്കുമ്പോൾ മിയോങ് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. എന്താ കാര്യം, എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ സൂക്സുളി ചോദിക്കുമ്പോൾ ഇല്ല, കുറെ ടിക്കി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, ഞാനാകെ ടയേർഡ് ആണെന്നാണ് അവള് മറുപടി പറയുന്നത്. അതല്ലാന്ന് അവന് മനസ്സിലാവും. വീട്ടിൽ കൊണ്ട് വിടുന്ന ഉടനെ മിയോങ് സൂക്സുളിന്റെ അടുത്ത് ചോദിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാര്യമായിട്ടാണോ എന്ന്. എന്ത് കാര്യമാണെന്ന് അവന് മനസ്സിലാകത്തില്ല. ആരെങ്കിലും എന്നെ ഹരാസ് ചെയ്യുവാണെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നും അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അവൻ ഉറപ്പ് കൊടുക്കും. അന്നത്തെ ദിവസം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മിയോങ് സൂക്സുളിന്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം രാവിലെയാണ് സൂക്സുള വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവൻ റൂമിലേക്ക് പോകുന്ന കാണുമ്പോൾ അച്ഛനും പുറകെ ചെല്ലും. അവൻ എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് അന്നേരം തന്നെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അച്ഛൻ നോക്കുന്നുണ്ട്. പുറത്ത് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് ജോലിക്ക് പോകണ്ടേന്ന് അവൻ ചോദിക്കും. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നാണ് അപ്പം അച്ഛൻ ചോദിക്കുന്നത്. ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും കുട്ടിയെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അച്ഛൻ എന്തോ ചോദിക്കാനായിട്ടാണ് വന്നതെന്ന് സൂക്ഷിച്ചുകൊണ്ട് മനസ്സിലാവും. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകും. എന്താണെന്ന് പറയത്തില്ല. ഓഫീസിലേക്ക് പോകുന്ന വഴി സൂക്ചൂള് മിയോങ്ങിനെ വിളിക്കും. ഇന്ന് ഏജൻസിയിൽ നിന്ന് എന്നെ വിളിക്കാനായിട്ട് വരാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാനായിട്ട് പോകാമെന്ന് മിയോങ് പറയുമ്പോൾ അവൻ സമ്മതിക്കും. ടേഹൂണിന്റെ ഭീഷണി മിയോങ്ങിന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകുന്നേ ഇല്ല. അവൾ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കും. നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ സൂക്ചൂളിന്റെ ലൈഫ് ഒരു മെസ്സാവും, അതിനിട വരുത്തരുത്, എന്റെ കൂട്ടുകാരന്റെ ലൈഫ് ഇല്ലാതാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ അവൻ പറഞ്ഞത് ആലോചിച്ചിട്ട് അവൾ ടേഹൂണിനെ വിളിക്കും. ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോഴത്തേക്കിനും ഇവൻ സംശയത്തോടെയാണ് എടുക്കുന്നത്. ഞാൻ മിയോങ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര പെട്ടെന്ന് ഇയാൾ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയും. നിങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞ റൂഡായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ തിരിച്ചെടുക്കണം, സൂക്ചൂളിന് ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല എന്ന് ഇവള് പറയും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ടേഹൂൺ തിരിച്ചു പറയുന്നുണ്ടേ. സൂക്ചൂളിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവള് കോള് കട്ട് ചെയ്യും. അപ്പൊ ഇവള് എത്രമാത്രം ആലോചിച്ചിട്ടായിരിക്കും, എത്ര ധൈര്യം സംഭരിച്ചിട്ടായിരിക്കും ഇങ്ങനെ എന്നോട് സംസാരിച്ചതെന്നാണ് ടേഹൂൺ അന്നേരം വിചാരിക്കുന്നത്. കൺസൾട്ടേഷൻ വന്ന പേഷ്യൻസ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും സോഫ എടുത്ത് സംസാരിക്കണം എന്ന് ഡോക്ടർ ജാങ് പറയും. ഇന്നലെ എവിടെയായിരുന്നു, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കും. എനിക്കന്ന് സൂചി കുടിക്കണം എന്ന് തോന്നി, അതിന് ഞാൻ പുറത്തേക്ക് പോയി. ആരുടെ കൂടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഒരു പേഷ്യന്റിന്റെ കൂടെയെന്ന് പറയും. അന്ന് ഇവിടെ വന്ന ആ പേഷ്യന്റ് ആണെന്ന് എന്നോട് പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും ആരായാലും എന്താ, ഇന്നലെ ഡോക്ടർ എവിടെയാണ് പോയതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലേ ഞാൻ റീയൂണിയന് പോയതെന്ന് ചോദിക്കുന്നുണ്ടേ. ഹോസ്പിറ്റൽ ഡയറക്ടറുടെ മോളുടെ കൂടെയാണോ നിങ്ങൾക്ക് റീയൂണിയൻ ഉള്ളത്, നിങ്ങൾ ഒന്നിച്ച് കൺസൾട്ടിന് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് സോഫി പറയും. അപ്പൊ ഇവനെ തിരിച്ചൊന്നും പറയാനില്ല. അറ്റ്ലീസ്റ്റ് എന്നോട് കള്ളമെങ്കിലും പറയാതിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, നിങ്ങൾ അതും ചെയ്തില്ല. നമുക്ക് ഒന്നിച്ച് പുറത്ത് പഠിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു, അതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പഠിക്കാൻ പോകുന്ന കാര്യം നീട്ടി നീട്ടി വെക്കുമായിരുന്നു. ശരിക്കും എന്താണ് നിങ്ങൾ നീട്ടി വെക്കുന്നത്, നമ്മൾ തമ്മിലുള്ള കല്യാണമാണോ എന്ന് ചോദിക്കും. അപ്പൊ ഇവന് മറുപടി ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തിനാണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിലും സംശയം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നീ വിചാരിച്ച കൂട്ടല്ല, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ആ കുട്ടിയെ ഞാൻ മീറ്റ് ചെയ്തതെന്ന് പറയും. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ സോഫി തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ മീറ്റ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് പറയും. ഇതിനും കൂടുതൽ എന്നെ മിസറബിൾ ആക്കരുത്, നമുക്കെല്ലാം ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് ബ്രേക്കപ്പ് ആവാം, ഇങ്ങനെ പരസ്പരം കള്ളം പറഞ്ഞു വേദനിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സോഫി അവിടെ നിന്ന് പോകും. അന്നേരമാണ് സോഫിയെ വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കാനുള്ള മൂഡിലല്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് താമസം മാറാനായിട്ട് പോവുകയാണ്, കുട്ടിയെ കൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പോവുകയാണ്, എങ്ങോട്ടെങ്കിലും അല്ല, ക്യാമ്പിംഗ് ഹൗസിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്, അവനെ ഞാൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്, നിന്നോട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അവനിപ്പോ സ്കൂളിലല്ല, നിനക്ക് അതുപോലും അറിയത്തില്ലേ, പിന്നെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ അച്ഛൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല. നീ എങ്ങോട്ടേക്ക് പോയാലും ഞാനും സൂക്ഷിച്ചോളും വീണ്ടും നിന്നെ കണ്ടുപിടിക്കും, ഒരു വ്യത്യാസം കാണും, ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ യങ്സും കാണുമെന്ന് സൂക്കിങ്ങിന്റെ അടുത്ത് പറയും. സോഫി അന്നേരം തന്നെ അമ്മയെ വിളിക്കും. മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ എന്താ വീട്ടിലേക്ക് വരാത്തേന്ന് അമ്മ ചോദിക്കും. എനിക്ക് ഓവർ ടൈം ആണ് എല്ലാ ദിവസവും, അതുകൊണ്ട് വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല, ഡ്രസ്സ് നനയ്ക്കാൻ പോലും സമയം കിട്ടുന്നില്ല, എല്ലാം അവിടെ കിടക്കുകയാണ്, വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ല, അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാവോ, എന്റെ സൈഡ് ഡിഷസ് ഒക്കെ തീർന്നു, അപ്പുറത്തൊന്ന് ആന്റിയും കൂട്ടി വന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ഡോറിന്റെ കോഡ് ഞാൻ മെസ്സേജ് ചെയ്ത് തരാം എന്നെല്ലാം പറയും. മനഃപൂർവ്വം ചെയ്യുന്നതാണ്, സോഫി വീട്ടിലുണ്ടല്ലോ. ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന അച്ഛൻ ഫ്രണ്ടിനെ കാണിക്കും. അവരുടെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ഇപ്പോൾ ബിസിനസ് ചെയ്യുകയാണ്, അയാൾക്ക് ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അച്ഛൻ അന്വേഷിക്കുമ്പോഴത്തേക്കും അയാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാനായിട്ടാണെന്ന് ഫ്രണ്ടിന് മനസ്സിലാവും. ഇതുവരെ ജൂനിയേഴ്സിന്റെ കയ്യിൽ നിന്നൊന്നും അച്ഛൻ അങ്ങനെ പൈസയൊന്നും വാങ്ങിയിട്ടില്ല, അതിന്റെ ആവശ്യമുണ്ടോ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണ്ടേ, സോക്കിങ്ങിനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഞാൻ നമ്മുടെ ആൾക്കാരടുത്ത് പറയാമെന്ന് പറയും. അത് വേണ്ട,
അവൾ വരുവാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ വീണ്ടും പോയാലോ എന്നാണ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. അന്നേരം ഈ ഫ്രണ്ടിന്റെ വൈഫാണെങ്കിൽ സോഹിയുടെ വീട്ടിലേക്ക് സോഹിയുടെ അമ്മയുടെ കൂടെ പോകാനായിട്ട് ഇറങ്ങും. അവിടെ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഗ്യാങ് മെമ്പറിന്റെ അടുത്ത് ദൂഷിക്കിനെ കാണുന്നില്ലല്ലോ, ഇന്നത്തെ ദിവസം കണ്ടിട്ടില്ലല്ലോ, എവിടെയാണെന്ന് ചോദിക്കും. സാങ്കളുടെ കൂടെയാണ്, ഓഫ് സൈഡ് ഡ്യൂട്ടി ആണെന്ന് അയാൾ പറയും. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച് കയറി വരുന്ന കാണുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന കുറെ പേര് ഇറങ്ങിപ്പോകും. അത് കാണുമ്പോഴത്തേക്കും സൂക്ചൂള് ഇയാളുടെ അടുത്ത് പറയും, നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, നമ്മൾ വരുന്നത് ബാക്കിയുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല, അവരൊക്കെ എഴുന്നേറ്റ് പോകുന്ന കണ്ടില്ലേ, അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. എന്നിട്ട് ഇവൻ നോക്കുമ്പോഴത്തേക്കും ഓർഡർ എടുക്കാൻ വരുന്നത് മറ്റേ ഹൈസ്കൂളിലുള്ള ആ കുട്ടിയാണ്. ഗ്യാങ്സ്റ്റർ ആവണം എന്ന് പറഞ്ഞിട്ട് ഇവനെ കാണാനായിട്ട് വന്നല്ലോ ആ കുട്ടി. അവനെന്താ ഇവിടെയും ചോദിക്കുമ്പോഴത്തേക്കിനും എന്താണെന്നറിയത്തില്ല, നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്കിനും എപ്പോഴും അവനാണ് ഓർഡർ എടുക്കാനായിട്ട് വരുന്നതെന്ന് ഇയാൾ പറയും. ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരാതെ ഞങ്ങളെ ഒന്നും കാണാൻ വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചോദിക്കുമ്പോഴത്തേക്കിനും എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്നാണ് ഇവൻ പറയുന്നത്. നീ ട്രൈ ചെയ്യുമെങ്കിലും ചെയ്തോന്ന് സൂക്ചൂള് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, ലാസ്റ്റ് നിന്ന് 5 സ്ഥാനം മുകളിലേക്ക് കയറാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയും. അത് നിന്നെ കൊണ്ട് പറ്റുമല്ലോ, അപ്പൊ ഇതും നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്നുണ്ടേ. വേണ്ട സർ, എനിക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ ചേരണം, എങ്ങനെയെങ്കിലും എന്നെ ചേർക്കണം എന്നാണ് ഇവൻ മറുപടി പറയുന്നത്. സൂക്ചൂള് വൂസൂക്കിനെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കും. നിന്റെ ചൈൽഡ്ഹുഡ് ഡ്രീം എന്തായിരുന്നു എന്ന് ചോദിക്കും. ബേസ്ബോൾ പ്ലെയർ ആകണം എന്നായിരുന്നു എന്ന് അവൻ പറയും. മിഡിൽ സ്കൂൾ വരെ അവൻ ബേസ്ബോൾ കളിക്കുമായിരുന്നു. അതിനുശേഷം അവന്റെ ഗ്ലൗസ് കീറിപ്പോയി, അത് വാങ്ങിച്ചു തരാനായിട്ട് വീട്ടിൽ പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അവൻ പിന്നീട് കളിക്കാതായതാണ്. അപ്പൊ പൈസയുടെ പ്രശ്നമാണെന്ന് സൂക്ചൂളിന് മനസ്സിലാവും. നീ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേരണം എന്ന് പറഞ്ഞത് മനസ്സിൽ എന്തെങ്കിലും ഒക്കെ കരുതിയിട്ടായിരിക്കുമല്ലോ. ഇവിടെ നിന്നും നിനക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഇവിടുന്ന് നീ പ്രതീക്ഷിക്കുന്ന ഒന്നും നിനക്ക് കിട്ടത്തില്ല, അതിനു വേണ്ടിയിട്ട് നീ ഇങ്ങനെ നിർബന്ധം പിടിക്കേണ്ടെന്ന് സൂക്ചൂൾ അവന്റെ അടുത്ത് പറയും. നിനക്ക് ഇപ്പോഴും ബേസ്ബോൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ വീണ്ടും ബേസ്ബോൾ കളിച്ചു തുടങ്ങാനായിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് കാര്യമില്ല, ഇനി ഞാൻ ട്രൈ ചെയ്താലും ഒത്തിരി കാലമായില്ലേ, ഞാൻ പരാജയപ്പെടുത്തേ ഉള്ളൂ എന്ന് അവൻ പറയും. ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബേസ്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് എത്രയോ നല്ലതാണ് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആണെന്ന് പറയുന്നതിനെക്കാട്ടിലും. അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ മതി. നീ എന്തായാലും ഒന്നും കൂടി പോയി ട്രൈ ചെയ്ത് നോക്കൂ, നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. നോക്കിയിട്ടും ഒന്നും ശരിയാവുന്നില്ല എന്ന ഒരു അവസരം വരുവാണെങ്കിൽ, ഇനി ഇതുകൊണ്ട് ഒന്നും നടക്കത്തില്ല എന്ന് ഒരു തോന്നൽ എന്റെ മനസ്സിൽ വരുവാണെങ്കിൽ അന്നേരം തിരിച്ചു വാ, അന്നേരം ഞാൻ ഗ്യാങ്ങിൽ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് സൂക്ചൂൾ അവനെ അവിടുന്ന് പറഞ്ഞു വിടും. ചെൻഹോ എന്നിട്ട് ടേഹൂണിന്റെ അടുത്ത് ആരോ വിളിച്ചു, അവർക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. ടേഹൂൺ വന്ന് മീറ്റ് ചെയ്യുന്നത് സാങ്കുളിന്റെ ഒക്കെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ ഒരു പയ്യനെയാണ്. ഇവനെയാണ് സാങ്കുൾ വഴക്ക് പറഞ്ഞത്, അടുത്ത ദിവസം മുതൽ നീ ഇങ്ങോട്ടേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ കുറെ ഫോട്ടോസ് ടേഹൂണിന് കൊടുക്കും. മിയോ ആ സ്ട്രീറ്റില് ബാൻഡിന്റെ കൂടെ പാടുന്ന ഫോട്ടോസ് ആണ്. അത് കഴിഞ്ഞിട്ട് സൂക്ചൂൾ അവളെ മീറ്റ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം ഉണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് സൂക്ചൂളിന്റെ ഗേൾഫ്രണ്ടിനെ ഫോളോ ചെയ്യുന്നത്, ഇനി ഇത് തന്നെ ചെയ്യണമെന്നൊക്കെയാണ്. കുറച്ച് ദിവസം കൊണ്ട് ഇവിടെയാണ് പാടുന്നതെന്നൊക്കെ പറയും. ഒരു സിംഗർ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ രീതിയിൽ അവളെ കളിയാക്കിയും സംസാരിക്കുന്നുണ്ട്. ഇവന്റെ സംസാരമൊന്നും ടേഹൂണിന് ഇഷ്ടപ്പെടുന്നില്ല. അവനിങ്ങനെ നോക്കുമ്പോൾ ടേഹൂണിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവൻ അപ്പോളജൈസ് ചെയ്യും. എന്താണ് നിനക്ക് പറയാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് ടേഹൂൺ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാഞ്ഞത് ഉറപ്പില്ലാഞ്ഞത് കൊണ്ടാണ്, ഞങ്ങളുടെ സൈഡിൽ നിന്ന് സാറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ആരാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ടേഹൂൺ അവനോട് ചോദിക്കും. ചെയർമാൻ ആണെന്ന് പറയുന്നുണ്ടെ ആർക്കാണ് ഓർഡർ കൊടുത്തതെന്ന് ചോദിക്കും. അപ്പൊ ഇവനാണെങ്കിൽ സൂക്ചൂളിന് ഓർഡർ കൊടുക്കുന്നതാണ് പുറത്തുനിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്. സൂക്ചൂളിനെ വിളിച്ചു വരുത്തിയിട്ട് ടേഹൂണിനെ തീർക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവനത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. സൂക്ചൂൾ മറുപടി എന്താണ് പറഞ്ഞതെന്നൊന്നും ഇവൻ കേൾക്കാൻ നിൽക്കുന്നില്ല. സൂക്ചൂൾ ആണെന്ന് പറയുമ്പോഴത്തേക്കിനും ടേഹൂണ് വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ട്. ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടതാണെന്ന് ഇവൻ പറയും. തിരിച്ചു വരുന്നുണ്ടെ റൂമിലിരുന്ന ബോക്സ്ചൂണിന്റെ അടുത്ത് പുറത്ത് പോകാനായിട്ട് ടേഹൂൺ പറയും. എന്നിട്ട് ചെൻഹോയെ മാത്രം വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. ബോക്സ്ചൂൺ സംശയത്തോടെ നോക്കുന്നുണ്ട്. ചെൻഹോയുടെ അടുത്ത് ഇവൻ പറയുന്നത് രഹസ്യങ്ങളൊന്നും പുറത്ത് പറയത്തില്ല എന്ന് ഉറപ്പുള്ള നമ്മുടെ ആൾക്കാരെ മാത്രം വിളിച്ചു കൂട്ടാനായിട്ടാണ്. അവൻ പോയി കഴിയുമ്പോഴത്തേക്കിനും സൂക്ചൂളിനെ വിളിക്കാനായിട്ട് ഇവൻ ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷെ വിളിക്കത്തില്ല. അവൻ ചതിച്ചു എന്നുള്ളൊരു തോന്നലാണ് ടേഹൂണ്. നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാനായിട്ട് തോന്നി എന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും. സാങ്കുള് ഡൂഷിക്കിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നീ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ ചെയർമാൻ ഇതിനെക്കാട്ടിൽ വലിയ എമൗണ്ട് നിനക്ക് എന്തായാലും റിവാർഡായിട്ട് തരും. ഞാൻ ഇപ്പോൾ ചെയർമാനെ കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചെയർമാൻ ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് സാങ്കുള്. ദൂഷിക്കിന് പൈസ ഒക്കെ കൊടുത്ത് റെഡിയാക്കിയോന്ന് ചെയർമാൻ ചോദിക്കുന്നുണ്ടെ എല്ലാം ഓക്കെ ആണെന്ന് സാങ്കുള് പറയും. അവൻ കുറെ മോഷണ കേസൊക്കെ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് ചെയ്ത് പരിചയമുണ്ടെന്നാണ് പറഞ്ഞതെന്ന് സാങ്കുള് പറയും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് ചെയ്യിക്കണം. അവൻ ചിലപ്പം മനസ്സ് മാറാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും കൊടുക്കരുത്. പിന്നെ ചെയ്ത് കഴിയുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്ന് ഉറപ്പ് കൊടുക്കണം എന്ന് ചെയർമാൻ പറയും. ചെയർമാന്റെ അടുത്തൊക്കെ സംസാരിച്ച് തിരിച്ച് സാങ്കുള് വരുമ്പോഴത്തേക്കിനും ഡൂഷിക്കിനെ അവിടെ ഒന്നും കാണത്തില്ല. മിയോങ്ങിന്റെ അടുത്ത് അന്ന് ചെന്ന് കാണാനായിട്ട്
എന്റർടൈൻമെന്റ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്നിട്ട് അവളുടെ പാട്ടുകളൊക്കെ കേട്ട് നോക്കും. നേരിട്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അതെല്ലാം ഇഷ്ടപ്പെടും. അപ്പൊ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് അവളോട് പറയും. സോക്കിങ്ങിനെ കാണാനായിട്ട് യങ്സും അവിടേക്ക് വന്നിട്ട് അവളെ ഫോൺ ചെയ്യും. പക്ഷെ ഉറങ്ങുമായോണ്ട് സോക്കിങ് ഇതൊന്നും അറിയത്തില്ല. ഇവൻ നോക്കുന്നുണ്ടെ അമ്മയും അപ്പുറത്തെ വീട്ടിലെ ആന്റിയും കൂടി അവിടെ ഒരു കാറിൽ വന്നിറങ്ങിയിട്ട് മേളിലേക്ക് കയറി പോവാണ്. അപ്പൊ ഇവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അന്നത്തേക്ക് അവൾ ഉണർന്ന കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അമ്മയും ഫ്രണ്ടും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ഇവൻ പറയും. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയത്തില്ല. അവൾ നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ ചെന്ന് ബെല്ലടിക്കുവാണ്. ഡോർ ലോക്ക് ചെയ്തിട്ട് അവിടെ ഇല്ല എന്നുള്ള രീതിക്ക് പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് ഇവൻ പറഞ്ഞു കൊടുക്കും. അന്നേരം തന്നെ സോക്കിയും ചെരുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാത്റൂമിൽ കയറി കതകടയ്ക്കും. അമ്മയുടെ ഫ്രണ്ട് അകത്തൊക്കെ കയറി നോക്കിയിട്ട് സോക്കി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നില്ല, കൂടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും. എന്റെ ഇവിടെ 2 പില്ലോസ് ഒക്കെ വെച്ചേക്കുന്നത് കണ്ടില്ലേ, ആരോ ഉണ്ട് ഈ റൂമിൽ, ആരോ താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മ ഒന്ന് നോക്കിയിട്ട് ജൂനിയേഴ്സ് വല്ലതും ആയിരിക്കും, അവൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ കൂടെയുള്ള കുട്ടികൾ ചിലപ്പോൾ ഇടയ്ക്ക് വരുന്നതായിരിക്കും എന്ന് പറയും. അതല്ല, ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, ചിലപ്പോൾ ബോയ് ഫ്രണ്ട് വരുന്നുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്റെ മോൾ അങ്ങനെയൊന്നും അല്ല എന്നമ്മ പറയും. ഇവർക്ക് ഉടനെ ബാത്റൂമിലേക്ക് പോകണം എന്ന് തോന്നും. ഇവർ ചെന്ന് ബാത്റൂം തുറക്കാനായിട്ട് നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ഇത് തുറക്കാനായിട്ട് പറ്റുന്നില്ല, അകത്ത് ആരോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ഇവർ അമ്മയടുത്ത് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി വാതിൽ എങ്ങനെയെങ്കിലും തല്ലി പൊളിക്കണം എന്നുള്ള രീതിക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സോക്കിങ്ങിനകത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ അവള് തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എത്ര നാളെ നീ ഇവിടെ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട്? എത്ര നാൾ ഇങ്ങനെ താമസിക്കാനായിരുന്നു നിന്റെ തീരുമാനം? നിനക്ക് അല്പം പോലും കുറ്റബോധം ഇല്ലേ? നീ വരുത്തി വെച്ച കടം വീട്ടാൻ വേണ്ടിയിട്ട് അച്ഛനും സൂക്ഷിച്ചോളും എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്ക് അറിയാമോ? എവിടെയൊക്കെയാണ് അവർ പൈസയ്ക്ക് വേണ്ടി ഓടുന്നതെന്ന് അറിയാമോ? എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഇവളെ വഴക്ക് പറയും. കൂടുതൽ പ്രശ്നമാകാതിരിക്കാൻ അമ്മയുടെ ഫ്രണ്ട് ആണെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് വിളിക്കും രണ്ടുപേരെ. യങ്സ് അന്നേരം തന്നെ സൂക്ഷിനെ വിളിച്ച് പറയും, അമ്മ ഇതുപോലെ സോക്കിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നിട്ടുണ്ട്, സോക്കി അവിടെ ഉണ്ടല്ലോ, സോക്കി മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന് പറയും. അവൻ അന്നേരം തന്നെ സോക്കിയെ വിളിച്ചിട്ട് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കും. അതെ, അതിനെന്താ പ്രശ്നം? ഞാൻ ഡോറിന്റെ പാസ്പോർട്ട് എല്ലാം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാണട്ടെ, എപ്പോഴായാലും അവള് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതല്ലേ, എത്ര നാളെന്ന് വെച്ചാൽ എന്റെ കൂടെ താമസിക്കുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. അന്നേരം സൂക്ചൂളിന് സാങ്കിളിന്റെ കോള് വരും. എത്രയും പെട്ടെന്ന് ഡൂഷിക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അവൻ ചെയർമാന്റെ പൈസയും കൊണ്ട് മുങ്ങിയേക്കുവാണെന്ന് പറയും. അങ്ങനെ ഗ്യാങ്ങിലെ എല്ലാവരും പലതായിട്ട് പിരിഞ്ഞ് ഡൂഷിക്കിനെ അന്വേഷിക്കാനായിട്ട് പോകും. എന്നെ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ജാങ് സോക്കിക്ക് മെസ്സേജ് അയക്കും. എനിക്ക് എല്ലാം വിശ്വാസമില്ല, പറയുന്ന കാര്യങ്ങളിൽ പകുതി മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് അവൾ തിരിച്ച് മറുപടി അയക്കും. സോക്കി വരുന്നുണ്ടെ സോക്കിങ് അവിടെ സോജു കുടിച്ചോണ്ടിരിക്കുകയാണ്. അവളെ കൂടെ വിളിച്ച് സോക്കിങ് അടുത്തെത്തും. എന്നിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇവളാണെങ്കിൽ അന്നേരം കേൾക്കുന്ന തൊട്ട് സർപ്രൈസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. ഇവ ആണോ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു, വീട്ടിലേക്ക് കൂടെ ചെല്ലാനായിട്ട് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല, നിന്റെ കൂടെ ഇവിടെ ഒളിച്ച് താമസിച്ചോളാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് സോക്കിക്ക്. അപ്പൊ സോക്കിങ് അവിടെ അടുത്ത് പറയും, ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ നീ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്താലും എന്നെ കളിപ്പിക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ല. നിന്നെ ചെറുതിലെ മുതൽ ഞാൻ കാണുന്നതാണ്, എനിക്ക് നിന്നെ നല്ലതുപോലെ അറിയാം. നീ കള്ളം പറയുവാണെങ്കിൽ അതിന്റെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. നീ മനഃപൂർവ്വം അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്കറിയാം, നീ എന്തിനാ അതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അവളോട് ദേഷ്യപ്പെടും. സോക്കി എന്തായാലും തിരിച്ചു ചോദിക്കും, നിനക്ക് ഇവിടെ ജയിലാണെന്നല്ലേ പറഞ്ഞത്, ഇവിടുന്ന് പുറത്ത് പോകണം, തിരിച്ച് ആ ക്യാമ്പിംഗ് സൈഡിലേക്ക് പോകണം എന്നല്ലേ നീ പറഞ്ഞത്, അങ്ങനെ വല്ലതും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം അമ്മയെ വിളിച്ചു വരുത്തിയതാണ്, അതിൽ എന്താണ് ഇത്ര തെറ്റ്, നീ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കും. അപ്പൊ അച്ഛനെ പേടിയായിട്ടാണ് ഞാൻ പോകാത്തതെന്ന് സോക്കി പറയുന്നുണ്ടെ, ഇത്രയും വലിയ ലോൺ എടുത്തിട്ട് എല്ലാരെയും ഇത്രയും വലിയ കടത്തിലാക്കിയപ്പോൾ നിനക്ക് ഈ പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ, അതിന്റെ ചെറിയൊരു അംശം ധൈര്യം മതിയല്ലോ തിരിച്ച് വീട്ടിലേക്ക് പോകാനെന്ന് ഇവിടെ ചോദിക്കും. തിരിച്ചൊന്നും പറയാനില്ലാതെ ഹെൽപ്ലെസ് ആയിട്ട് സോക്കിങ് അവിടെ നിന്ന് കരയുന്ന കാണുമ്പോൾ സോക്കിയും സങ്കടമാവും. ഡോഷിക്ക് ലാസ്റ്റ് ഒരു സോനയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സൂക്ചൂടും കൂടെയുള്ള 2-3 പേരും അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ അവന്റെ ലോക്കറിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സൂക്ചൂളിന്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോളജൈസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. അവിടുന്ന് ആ പുതിയ കത്തി സൂക്ചൂള് കാണും. അത് കാണുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ മനസ്സിലാവും. ഇതെങ്ങനെയാണ് ഡൂഷിക്കിന്റെ ലോക്കറിൽ വന്നത്, എന്തിനാണ് അത് അവനെ ഏൽപ്പിച്ചത്, അവനെ കൊണ്ട് ഒരു ചെറിയ പ്രാണിയെ പോലും കൊല്ലാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എന്തിനാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വന്ന് സാങ്കുളിന്റെ അടുത്ത് ദേഷ്യപ്പെടും. ചെയർമാന്റെ ഓർഡർ ആയിരുന്നു, അത് നീ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അവൻ ചെയ്തോളാം എന്ന് അവൻ ഏറ്റതാണ്, അതുകൊണ്ടാണ് ഞാൻ അവനെ ഏൽപ്പിച്ചതെന്ന് സാങ്കുൾ പറയും. ഇവൻ ആ ദേഷ്യത്തിന് അവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചെയർമാന്റെ പൈസയും കൊണ്ടാണ് അവൻ പോയേക്കുന്നത്, എങ്ങനെങ്കിലും ഡൂഷിക്കിനെ കണ്ടുപിടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെയർമാന് ദേഷ്യമാവും, ആകെ പ്രശ്നമാവുമെന്ന് സാങ്കുൾ പറയുന്നുണ്ട്. ഇത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്, അതിന്റെ ബാക്കി നിങ്ങൾ തന്നെ നോക്കണം എന്ന് അവൻ ദേഷ്യത്തിൽ തിരിച്ചു പറയും. ഡൂഷിക്കിനെ കണ്ടുപിടിച്ചോണ്ട് വന്നാൽ നീ ചോദിച്ച പൈസ ഞാൻ തരാം, നിനക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കാനും ഞാൻ തയ്യാറാണെന്ന് ഇയാൾ പറയുന്നുണ്ടേ. ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ സൂക്ചൂട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അവനാണെങ്കിൽ മിയോങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ അതും എടുത്ത് അവിടുന്ന് നടക്കും അവളുടെ സ്റ്റുഡിയോയിലേക്ക്. മിയോങ്ങിന്റെ റെക്കോർഡിംഗ് നടക്കുവാണ്. ചെറിയ ചെറിയ കറക്ഷൻസേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അന്നേരം ആദ്യം അവൾ ഒരു ഓഡീഷന് ചെന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ മ്യൂസിക് ഡയറക്ടറും അങ്ങോട്ടേക്ക് വരും. നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത കുട്ടിയല്ലേ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്, നല്ല മിടുക്കിയാണെന്നൊക്കെ ഏജൻസിയുടെ CEO പറയുമ്പോഴത്തേക്കിനും അയ്യോ ഞാനൊന്നും അല്ല റെക്കമെൻഡ് ചെയ്തത്, എനിക്ക് പരിചയമുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്തതാണെന്ന് ഇയാൾ പറയും.
ഒരു ആൽബം റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പറഞ്ഞ് വിടുവാണെങ്കിൽ ആ കുട്ടി ഇത്രയും ടാലന്റഡ് അല്ലേ, അത് നഷ്ടം നമുക്ക് തന്നെയാണെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേഹൂൺ അവിടേക്ക് വരും. അത് കണ്ടിട്ട് മ്യൂസിക് ഡയറക്ടർ ചെന്ന് അവനോട് സംസാരിക്കും. ഇവര് സംസാരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ മിയോങ്ങിന് കാര്യങ്ങൾ മനസ്സിലാവും. ആ സമയം കൊണ്ട് സൂക്ചൂളും അവിടെ എത്തും. അവർക്കെല്ലാം ഇയാളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടേഹൂൺ അവിടേക്ക് വരും. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് മിയോങ് ചോദിക്കും. ഇയാൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇയാൾ എത്ര ട്രൈ ചെയ്താലും പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതേ ഞാൻ ചെയ്തുള്ളൂ. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് ഇവൻ പറയും. ഇത് കേൾക്കുമ്പോൾ മിയോങ്ങിന് ദേഷ്യം വരും. ഇവരാണെങ്കിലും നമുക്ക് ഒരു കപ്പ് കോഫി ഒക്കെ കുടിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ ദേഷ്യത്തോടെ ചോദിക്കുന്നത്, ഇയാൾ എന്താണ് എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇയാളോട് നന്ദി പറയുന്നതാണോ? എങ്കിൽ അത് വെറുതെയാണ്. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാനായിട്ട് ഇയാൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പോകാനായിട്ട് തുടങ്ങും. ഇവനാണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുമ്പോൾ ഇവള് കൈവിടാനായിട്ട് പറയും. ഇവൻ ചോദിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യുന്നത്, എനിക്കും വിഷമം വരുകയും സങ്കടം വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവളെ വിടാതിരിക്കും. അത് കണ്ടുകൊണ്ടാണ് സൂക്ചൂൾ അവിടേക്ക് വരുന്നത്. അവളുടെ കൈ വിടാൻ പറഞ്ഞിട്ട് വന്ന് ടേഹൂണിനെ പിടിച്ചു മാറ്റും.